നടന്ന് 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 രുക്മിണി വസന്തൻ കാന്താര. ലലലാലല. ഇവിടെ മുംബൈയില് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? ഹലോ, വെൽക്കം ടു മാതിര. ഏഷ്യയിലെ ഏക വാഹന നിരോധിത ഹിൽ സ്റ്റേഷനാണ് മാതേറാൻ. ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഈ സ്ഥലത്തിനുണ്ട്. അതായത് ഇവിടെ ബൈക്കും കാറും ഒന്നും വരില്ല. മുംബൈയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താനായിട്ട്. എൻട്രൻസിൽ നിന്ന് കാൽനടയായിട്ടോ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ ഹാൻഡ് റിക്ഷകളിലായിട്ടോ യാത്ര ചെയ്തിട്ട് വേണം ഇതിൻ്റെ മേലെത്താൻ. എനിക്കിപ്പോ എന്താ ഫീൽ ആവുന്നറിയോ? രുക്മിണി വസന്തൻ കാന്താര. ലലലാലല. കാടിന്റെ ഇടയിൽ കൂടി കുതിര വണ്ടിയില്, കുതിരയുടെ പുറത്ത്. കണ്ടോടാ, ഐശ്വര്യമുള്ള പേരാ. എനിക്ക് എവിടെയൊക്കെയാ പിടിക്കുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങൾ ചൂസ് ചെയ്തത് കുതിരപ്പുറത്ത് ട്രാവൽ ചെയ്തെത്താം എന്നുള്ള ഒരു ഓപ്ഷനായിരുന്നു. മാത്രമല്ല എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്ത് കയറണം എന്നുള്ളത്. അതൊരു 3-4 മണിക്കൂർ കുതിരയുടെ മുകളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് അതൊരു ക്രേസായിട്ട് അങ്ങ് മാറുമായിരുന്നു. നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിൻറ്റ്സ്, അതായത് എത്ര പോയിന്റിൽ പോകണം എന്നത് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞങ്ങൾ ചൂസ് ചെയ്ത 14 പോയിന്റിന് ഏകദേശം 2600 സംതിങ് രൂപയാണ് ആയത്. എനിക്ക് തോന്നുന്നു 9 പോയിന്റിനാണെങ്കിൽ 1600 സംതിങ് ആണ് ആവുന്നതെന്ന്. ഞാൻ കറക്റ്റ് അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് വിട്ടുപോയി. അതേപോലെ 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. എനിക്ക് കുതിരവണ്ടി ചൂസ് ചെയ്ത് ഡിസിഷനിൽ റിഗ്രറ്റ് അടിച്ചില്ല. കാര്യം നടക്കാനായിരുന്നെങ്കിൽ ഒരു 10-20 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ 10-20 കിലോമീറ്റർ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നടക്കേണ്ടി വന്നതിന് ക്ഷീണം കാരണം എന്തായാലും നമ്മൾ ബാക്കിയുള്ള പോയിന്റ് മിസ് ചെയ്തേനെ. അപ്പോൾ ഇതിൽ കുതിരവണ്ടി ചൂസ് ചെയ്തതിൽ ഒരു റിഗ്രറ്റ് ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ എടുക്കണ്ടേ? മാതേരാനില് തണുപ്പാന്ന് പറഞ്ഞ് ഫുഡ് ഇട്ടോണ്ട് വന്ന എന്റെ അവസ്ഥ. ഇവിടെ ആണെങ്കിൽ പുതിയ വെയില്. ലോണാവാല ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് ഫോട്ടോ എടുത്തിട്ട് വരാം. അങ്ങനെ ഇവനാണെങ്കിൽ മാതേരാനില് ഭയങ്കര തണുപ്പാ. നമ്മൾ പോകുന്ന ലോണാവാലയിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ബാഗ് നിറയെ സ്വെറ്റർ മാത്രം എടുത്തോണ്ട് വന്നല്ലേ ഞാൻ. ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. ഉച്ചക്ക് വെയിൽ കൊള്ളുമ്പോ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നത് അതിനുള്ളത് അപ്പുറത്തെത്തിയിട്ട് ഒരു കുടിയ. ഇതെന്റെ വ്ലോഗാ. നമ്മളിപ്പോ കണ്ടതാണ് ഷാർലറ്റ് ലേക്ക്. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാ? ലോർഡ്സ് പോയിന്റ്. പാലം, പുഴ, ചിറ്റപ്പന്റെ വീട്. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ അഹങ്കാരം കണ്ടില്ലേ? ഹായ് അക്ഷയ്. നിന്റെ പേര് വിളിച്ചപ്പോ കൊരകന് പോലും ഇഷ്ടപ്പെട്ടില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വേറെ മനുഷ്യര് ഈ ഭൂഖണ്ഡത്തിൽ ഇനി കിട്ടാനില്ല. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് 1850 ആ സമയത്ത് താനെ ഡിസ്ട്രിക്റ്റിന്റെ കളക്ടറായിരുന്ന ഹ്യൂ പൈൻറ്റ് മലറ്റ് ആണ് മാതേരാൻ കണ്ടെത്തിയത്. തുടർന്ന് ബ്രിട്ടീഷുകാർ അവരുടെ സമ്മർ റിസോർട്ടായി മാതേരാനെ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. പിന്നെ 1854 ആദ്യമായി മാതേരാനിലെ വീടുകളും ബംഗ്ലാവുകളും ഒക്കെ നിർമ്മിക്കപ്പെട്ടു. അതിനുശേഷം ഇവിടെ ടോയ് ട്രെയിൻ നിർമ്മിച്ചു. ഇത് 1907 കംപ്ലീറ്റ് ആയത്. ആ റെയിൽവേ പാത ഇന്നും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ ഇത്രയും നേരം എന്റെ ഈ സാധനം എടുക്കാതെ, എന്റെ ഈ ട്രൈപോഡ് എടുക്കാതിരുന്നു. ഇപ്പൊ കണ്ടോ എന്ത് വൃത്തിയാ.
വളരെ വളരെ പാർലമെന്ററി ഒരു കാര്യം പറയാം. സഭ്യമായ ഭാഷയിൽ സംസാരിക്കാവൂ. ഞാനിത് പോസ്റ്റ് ചെയ്യും, ഞാനിത് അപ്ലോഡ് ചെയ്യും. പിന്നെ ലാസ്റ്റ് വന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് റിമൂവ് ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കാൻ പറ്റത്തില്ല, ഞാൻ റിമൂവ് ചെയ്യില്ല. മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ, എന്റെ മടിയിൽ കനമില്ല. ഇഷ്ടപ്പെട്ടു. അക്ഷയ് ഫാനെ കണ്ടു. അക്ഷയ് ഇവിടെ വെച്ചിട്ട് ഒരാൾ കണ്ട് ഐഡന്റിഫൈ ചെയ്തു. വീഡിയോ ചെയ്യുന്ന ആളാണോ എന്ന് വന്ന് ചോദിച്ചു അക്ഷയോട്. എന്ത് തോന്നുന്നു നിനക്ക്? എനിക്ക് സന്തോഷം തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതെ, ഇവിടെ മുംബൈയില് മാത്തേരനില് വന്നപ്പോ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ? പറയുന്ന അറിയില്ല. അതെനിക്ക് ഇഷ്ടം, നല്ല രസമുണ്ടായിരുന്നു. അതെ, ഞാൻ അപ്രതീക്ഷിതമായ സമയത്താണ് പുള്ളി വന്നിട്ട് ചോദിച്ചത്. പുള്ളി അവിടെ വെച്ച് കണ്ടപ്പോ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇപ്പൊ വന്നപ്പോ പുള്ളി കണ്ട് ഷേക്കാൻ്റെ ഒക്കെ വന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, ഇന്ന ആളാണോ വന്ന്. അതാ ഇവിടെ ആക്ച്വലി കിങ് എഡ്വേർഡ് പോയിന്റ്, എക്കോ പോയിന്റ്, ജോർജ് പോയിന്റ് ഒക്കെ ഇവിടെ ആയിരുന്നു. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഒരു റെസ്ക്യൂ നടക്കുമായിരുന്നു. ഒരാള് എന്തോ 4 ദിവസത്തിന് മുന്നേ വീണേന്റെ റെസ്ക്യൂ നടക്കുമായിരുന്നു. അപ്പൊ അവിടെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയില്ല ആരെയും, എല്ലായിടത്തും പൊയ്ക്കോളാൻ പറഞ്ഞു. മൊത്തത്തിൽ ഒരു മരണ ആൾക്കാർ എന്നിട്ടും വിടുന്നുണ്ട്. അതാ ആലോചിക്കുന്നത്. അവിടെ ക്ലോസ് ചെയ്യേണ്ടതല്ലേ എങ്കിൽ പിന്നെ മനസ്സിലാവുന്നില്ല. കഴിച്ചൂടാ, പാക്കറ്റ് ഫുഡ്സ് കഴിച്ചൂടാ, അതറിയില്ലേ? ഷുഗർ കട്ട് ചെയ്യുമല്ലോ, പാക്കറ്റ് ഫുഡ്സ് കഴിക്കരുതെന്ന് അറിയില്ല. പാക്കറ്റ് മാറ്റി ഒരു പാത്രത്തിൽ തട്ടി തന്നാൽ കഴിക്കാം. ചളി 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 ചളി. അവിടെ ഒരു ലീക്ക് ഉണ്ട്, കാണുമെന്നറിയില്ല വീഡിയോയില്. എങ്ങനെയുണ്ട് നടത്തം? കുറച്ച് ബേൺ ചെയ്യാനുള്ള അവസരം. ബേൺ ചെയ്യുന്നതിനനുസരിച്ച് ഉള്ളിലോട്ട് സ്നാക്ക് എടുത്തോണ്ട് ഈ പറയുന്നത്. ഒരു കൺട്രോൾ ഇല്ലാത്ത ഫുഡ് ഹാബിറ്റ്സ്. അങ്ങനെ ചെയ്യുന്ന ആളെ ഹരിയുടെ വിചാരം ഛത്രപതി ശിവജി എന്നാ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു കടൽ കൊള്ളക്കാരനെ പോലെയുണ്ട്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഫസ്റ്റ്, സ്പോർട്സ് ഷൂസ് വെയർ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ കുറേ കാണും, വെള്ളം കരുതി വയ്ക്കുക. പിന്നെ മങ്കീസ് ഉണ്ട് ഒരുപാട്, അപ്പോൾ അവർക്കൊന്നും ഭക്ഷണം കൊടുക്കാതിരിക്കുക. കാര്യം ഇവിടുത്തെ ചേട്ടന്മാർ നമ്മളോട് പറഞ്ഞത് 2 ടൈപ്പ് ഓഫ് മങ്കീസ് ഉണ്ട്. മറ്റേ ബ്ലാക്ക് ഫേസ് ഉള്ള ഹനുമാൻ എന്തോ ഒരു കൈൻഡ് ഓഫ് മങ്കി ഉണ്ട്. അവർ വലിയ കുഴപ്പമില്ല, അവർ പാവങ്ങളാണ്. പക്ഷെ നമ്മുടെ ഈ സാധാ എല്ലായിടത്തും കാണുന്ന മറ്റേ ഗ്രേ ഫേസ് മങ്കീസ് ഇല്ലേ, അപ്പോൾ അവർ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ എൻ്റെ മുടിയിലൊക്കെ വന്നിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് സൂക്ഷിച്ചേക്കുക. ഞങ്ങൾ പിന്നെ കുതിരപ്പുറത്ത് പോയി ഫീലിംഗ് like a princess or a queen. ഇത് കണ്ടോ, ഈ റൈറ്റ് സൈഡിലെ റുബി, ഇത് അംബാനിയുടെ പ്രോപ്പർട്ടി ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഈ വീഡിയോയില് മൊത്തത്തിലൊരു കുലുക്കന്നെ. പേടിയൊട്ട് മുഖത്തില്ലാത്ത കുറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു കുതിരപ്പുറത്ത് കയറണം എന്നുള്ളത്. ഐ എം സോ ഗ്ലാഡ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. കാര്യം കഴിഞ്ഞൊരു 4-5 മണിക്കൂറായിട്ട് ഇതിന്റെ മുകളിൽ തന്നെ ഉള്ളത്. 3-4 hours. ഇനി ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്താ ഒരുമിച്ചുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടനാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കുതിര കൺട്രോൾ ചെയ്യുന്നത്. ഇവന്റെ കുതിരയ്ക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. 3.5 വയസ്സേ ഉള്ളൂ ഇവന്റെ കുതിരയ്ക്ക്. അപ്പോൾ
കുറച്ച് അനുസരണക്കേടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് വിടാറുണ്ട്. പിന്നെ അക്ഷയ്ക്ക് വേറൊരു ആള്. നമുക്കിപ്പോ ഇത്രയും പടി ഇനി കയറാനുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കട്ടെ? മേലോട്ട് നോക്കി കൃഷ്ണേട്ടാ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇത് കണ്ടോ, മേലത്തെ ഏതോ സ്റ്റേക്ക് വേണ്ടിയിട്ട് അവർ ഹാൻഡ് കാർട്ടിൽ ഈ മാട്രസ് ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ മ്യൂൾസിലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് മുകളിൽ റേഞ്ച് കാണില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് ലിക്വിഡ് മണിയൊക്കെ കയ്യിലെടുക്കുവാണെങ്കിൽ വെള്ളവും ഫുഡും സ്നാക്സും ഒക്കെ ഉള്ളിൽ നിന്ന് മേലിൽ നിന്ന് മേടിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ഡ് ഇറ്റ്. മറുപടിയും സന്ധിക്കും വരെ ഇറ്റ്സ് എ ഗുഡ് ബൈ ഫ്രം കൃഷ്ണ.